this video, we are studying about cost concepts. What is cost? Cost refers to the expenses incurred in production. Cost of production is an important concept in production. Production can be maximized either by reducing cost or by increasing revenue. Concept of cost is more important in pricing also. That is ഉൽപ്പാദനത്തിൽ വരുന്ന ചെലവിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ്. ലാഭം തീരുമാനിക്കുന്നത് കോസ്റ്റ് അനുസരിച്ചിട്ടാണ്. അതായത് പരമാവധി കോസ്റ്റ് കുറക്കുക, പരമാവധി വരുമാനം വർദ്ധിപ്പിക്കുക, അതിലൂടെയാണ് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുക. അതിനാൽ കോസ്റ്റ് എന്ന കൺസെപ്റ്റ് പ്രൈസിങ്ങിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉൽപ്പന്നത്തിൻ്റെ വില നിർണ്ണയിക്കുന്നതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ ഫോക്കസ് ഏരിയ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കോസ്റ്റാണ് ഷോർട്ട് റൺ കോസ്റ്റ്സ്. അതായത് ഷോർട്ട് റണ്ണിൽ രണ്ട് തരത്തിലുള്ള കോസ്റ്റുകളാണുള്ളത്, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഷോർട്ട് റൺ കോസ്റ്റ് ആർ ദി കോസ്റ്റ്സ് ഇൻ ദി ഷോർട്ട് പീരീഡ്. There are two types of cost in the short run, that is a fixed cost and a variable cost. In the long run, there is only variable cost. So what is fixed cost? Fixed cost are those costs which remain fixed. Fixed cost do not change with the output. അതായത് എപ്പോഴും സ്ഥിരമായി നിൽക്കുന്ന ചിലവുകളെയാണ്, മാറാതെ നിൽക്കുന്ന ചിലവുകളെയാണ് കോസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് കൂടിയാലും കുറഞ്ഞാലും ഫിക്സഡ് കോസ്റ്റ് സ്ഥിരമായിട്ട് നിൽക്കും. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സ്ഡ് വാട്ട് എവർ ബി ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഈവൺ ഇഫ് ഔട്ട്പുട്ട് ഈസ് സീറോ, ഫിക്സഡ് കോസ്റ്റ് ഹാവ് ടു ബി ഇൻകേർഡ്. ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ, ഒരു ഉൽപ്പാദനവും ഇല്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ റെൻ്റ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്, salaries to permanent employees, interest on capital borrowed, insurance premium, depreciation charges. All these are fixed cost. That is, whether there is production or not, these cost must be incurred. ഉൽപ്പാദനം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത്തരം കോസ്റ്റുകൾ കൊടുക്കണം. റെൻറ്റ് കൊടുക്കണം, അതുപോലെ സാലറീസ് പെർമനൻ്റ് ആയിട്ടുള്ള തൊഴിലാളികൾക്ക് സാലറി കൊടുക്കണം, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ്, നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കണം, ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ അതടക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കോസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം കൂടിയാലും കുറഞ്ഞാലും മാറുന്നുമില്ല, അതുപോലെ ഉൽപ്പാദനം സീറോ ആണെങ്കിലും നിലനിൽക്കുന്ന കോസ്റ്റുകളാണിവ. സോ ദീസ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ആർ കോൾഡ് ഫിക്സഡ് കോസ്റ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് വേരിയബിൾ കോസ്റ്റ്? വേരിയബിൾ കോസ്റ്റ്സ് ആർ ദോസ് കോസ്റ്റ്സ് ദാറ്റ് വാരി വിത്ത് ഔട്ട്പുട്ട്. They vary directly with the output. ഔട്ട്പുട്ടിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റിനെയാണ് പറയുക വേരിയബിൾ കോസ്റ്റ്. ഔട്ട്പുട്ട് അനുസരിച്ച് ഡയറക്റ്റ്ലി നേരിട്ട് ബന്ധമുള്ളതാണ് വേരിയബിൾ കോസ്റ്റ്. ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ്, വേരിയബിൾ കോസ്റ്റ് ആൾസോ ഇൻക്രീസസ്. വെൻ ഔട്ട്പുട്ട് ഈസ് സീറോ, വേരിയബിൾ കോസ്റ്റ് ഈസ് ആൾസോ സീറോ. എക്സാമ്പിൾസ് ഓഫ് വേരിയബിൾ കോസ്റ്റ് ആർ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, എക്സ്പെൻഡിച്ചർ ഓൺ ഫ്യൂൽ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, വേജ് ടു ടെമ്പററി വർക്കേഴ്സ്, etc. These types of cost are called a variable cost. അതായത് ഇവയൊക്കെ ഉൽപ്പാദനത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ചിലവുകളാണ്. അതായത് റോ മെറ്റീരിയൽസ് ഒക്കെ ഉൽപ്പാദനം കൂടുതലാണെങ്കിൽ കൂടുതലായിരിക്കും, സീറോ ആണെങ്കിൽ സീറോ ആയിരിക്കും, കുറവാണെങ്കിൽ കുറവായിരിക്കും. അതുപോലെ എക്സ്പെൻഡിച്ചർ ഓൺ ഫ്യൂൽ, ഇന്ധന ചിലവ്, ഗതാഗതത്തിനും അതുപോലെ ഇലക്ട്രിസിറ്റി ചാർജ്, മെഷീനറീസിന് വരുന്ന ചാർജ്, ഇതൊക്കെ ഉൽപ്പാദനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഉണ്ടാവുക. ലൈക്ക്വൈസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, വേജസ് ടു ടെമ്പററി വർക്കേഴ്സ്. ടെമ്പററി വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക തൊഴിലാളികൾ, ആവശ്യത്തിന് മാത്രം നിയമിക്കുന്ന തൊഴിലാളികൾ. അവർക്കൊക്കെ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ വേതനം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഉൽപ്പാദനത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ചിലവിനെയാണ് പറയുക വേരിയബിൾ കോസ്റ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ടോട്ടൽ കോസ്റ്റ് ഈസ് ദ സം ഓഫ് ഓൾ കോസ്റ്റ്സ് ഇൻകേർഡ് ഇൻ ദി പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇപ്പോൾ ഉൽപ്പാദനത്തിൽ രണ്ട് തരം ചിലവുകളാണുള്ളത്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ടോട്ടൽ കോസ്റ്റിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ദാറ്റ് ഈസ് എ TC. TC മീൻസ് ടോട്ടൽ കോസ്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് TFC പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് TVC. The relationship between Pvc and Tfc.
ഈസ് എവിഡൻറ്റ് ഫ്രം ദി ടേബിൾ. ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് TCയും TFCയും TVCയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ. In this table you can see that TFC remains the same, that is 50 at all levels of production. TFC മാറ്റമില്ലാതെ നിൽക്കുന്നത് കാണാം. നമ്മൾ പഠിച്ചു 0 ആണെങ്കിലും ഔട്ട്പുട്ട് 0 ആണെങ്കിലും അതുപോലെ എത്ര തന്നെ കൂടിയാലും TFC മാറ്റമില്ലാതെ നിൽക്കും. അപ്പോൾ 6 യൂണിറ്റ് വരെ ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് TFC 50 ആയി തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. Whereas TVC increases with the increase in production. Consequently TC also increases. That is TC, you can see that TC is equal to TFC plus TVC. ഇതിലേക്ക് അടുത്തിരിക്കുന്ന TVCയും TFCയും ആഡ് ചെയ്താലാണ് നമുക്ക് TC കിട്ടുന്നത്. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും TFC 50 ആണ്, TVC 0 ആണ്. അതിനാൽ ടോട്ടൽ കോസ്റ്റും 50 ആണ്. അതായത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് 50 കിട്ടുന്നത്. നെക്സ്റ്റ് 50 plus 10 is equal to 60, then 50 plus 20 is equal to 70, 50 plus 30 is equal to 80, 50 plus 60 is equal to 110, 100 is equal to 150, and 50 plus 150 is equal to 250. So there is an increase in the increasing rate, that is TC increases at an increasing rate. This relationship can be illustrated in the figure. In this figure you can see that TFC curve is a straight line parallel to the x-axis because TFC is fixed at all levels of production. Then TVC curve start from the origin of the x-axis because when output is 0, TVC is also 0. Then TVC curve sloping upwards. Likewise TC curve also sloping upwards. They have a concave shape. This is because in the early stage cost increases slowly and in the later stage cost rises sharply. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും TFC എന്ന് പറയുന്നത് നേർരേഖാ കേവാണ്. ആക്സിസിന് സമാന്തരമായിട്ടാണുള്ളത്. ഇത് സൂചിപ്പിക്കാൻ അങ്ങനെ വരാൻ കാരണം എല്ലാ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലും TFC 50 തന്നെയാണ്. അതേസമയം TC ആൻഡ് TVC കാണാം ഉയർന്നു വരുന്നതായിട്ട് കാണാം. ആദ്യഘട്ടത്തിൽ ചെറിയ തോതിലാണ്, പിന്നീട് മുകളിലേക്ക് ഉയർന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് TCയും TVC കേവും ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനൊരു കോൺകേവ് ഷേപ്പാണ് ഇതിന് കാണാൻ സാധിക്കുന്നത്. Now we want to study the averages of these costs, that is average fixed cost, average variable cost and average cost. അതായത് നമ്മളിപ്പോൾ പഠിച്ച TFC, TVC, TC ഇതിൻ്റെയൊക്കെ ആവറേജസ് ആണ് AFC, ABC, AC. എങ്ങനെയാണ് ഇവയൊക്കെ കണ്ടുപിടിക്കുക? അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കൊരു മാത്സ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ അതിൽ നിങ്ങൾ എങ്ങനെയാണ് ആവറേജസ് കാണുന്നത്? ഫസ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ദി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പഠിച്ചു. അതിൻ്റെ പെർ യൂണിറ്റ് ഔട്ട്പുട്ടിലുള്ള കോസ്റ്റിനെയാണ് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. ABC കണ്ടുപിടിക്കുന്ന ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ലഭിക്കുന്നത്. ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് AFC. Average fixed cost is the fixed cost per unit of output. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഓരോ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിലും വരുന്ന കോസ്റ്റിനെയാണ് പറയുക ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ AFC എന്ന് പറയുന്നത്. സോ AFC ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് TFC ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. ലൈക്വൈസ് ആവറേജ് കോസ്റ്റ്. Average cost or average total cost is the cost per unit of output. It is calculated by dividing TC by the number of unit of output. Total cost നെ number of unit of output കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് AC ലഭിക്കുന്നത്. Then another one is marginal cost. Marginal cost is the additional cost. It is the addition made to total cost by producing an additional unit of the commodity. അതായത് ടോട്ടൽ കോസ്റ്റിൽ വരുന്ന എഡീഷനെയാണ് നമ്മൾ പറയുക മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ യൂണിറ്റ് ഔട്ട്പുട്ടും കൂടുന്നതിനനുസരിച്ച് എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വർദ്ധിക്കുന്നത്, ആ വർധനവിനെയാണ് നമ്മൾ പറയുന്നത് മാർജിനൽ കോസ്റ്റ്. ദാറ്റ് ഈസ് കോൾഡ് എഡീഷണൽ കോസ്റ്റ്. അപ്പോൾ നമുക്കിതിനെ സൂചിപ്പിക്കുന്ന ഒരു കോസ്റ്റ് ഷെഡ്യൂൾ നോക്കാം. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ കാണിക്കുന്ന ഒരു ഷെഡ്യൂളാണ് താഴെ കൊടുത്തിരിക്കുന്നത്.
ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ആൻ ഇമാജിനറി ഫേം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് 8 കോളങ്ങൾ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഈസ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ദെൻ സെക്കൻഡ് കോളം ഈസ് TFC, ദാറ്റ് ഈസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ദെൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് TVC, അതുപോലെ TC ടോട്ടൽ കോസ്റ്റ്, ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് AFC, ആവറേജ് വേരിയബിൾ കോസ്റ്റ് AVC, ആവറേജ് കോസ്റ്റ് AC, ആൻഡ് ദെൻ മാർജിനൽ കോസ്റ്റ് MC. ഇത്രയാണ് 8 കോളം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾക്ക് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. 0 മുതൽ 5 വരെയാണ് ഔട്ട്പുട്ട് തന്നിരിക്കുന്നത്. അതായത് ഉൽപ്പാദനം 0-ൽ നിന്ന് തുടങ്ങി 5 യൂണിറ്റ് വരെയാണ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ 50 ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. എല്ലാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 50 തന്നെയാണ് ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഫിക്സഡ് ഇൻ ഓൾ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ വർധനവ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് നിലനിൽക്കുന്ന കോസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നാലും നിങ്ങൾ ബാക്കി എല്ലാത്തിലും അത് തന്നെ എഴുതാം. ദെൻ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഓരോ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഉണ്ടാകുന്ന വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് 10 ആണ്, പിന്നെ 20, 28, 60, 100, 170. ദെൻ നെക്സ്റ്റ് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനാണ് തരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് TC ആണ് കണ്ടുപിടിക്കേണ്ടത്. TCയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. TFC പ്ലസ് TVC ആണ് TC. അപ്പോൾ ഇവിടെ TFC നോക്കുക 50, TVC 10, അപ്പോൾ 50 പ്ലസ് 10 60. അതുപോലെ ഓരോന്നും കൂട്ടി നോക്കുക. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ AFC നോക്കുക. AFC നമ്മളിപ്പോൾ പറഞ്ഞു TFC ബൈ ഔട്ട്പുട്ടാണ്. അതായത് TFC 50 ആണ്. ആ 50യെ ഓരോന്നിനെയും ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത. അപ്പോൾ അതിൽ 50 ഡിവൈഡഡ് ബൈ 1 ആണ് ഇവിടെ 50 കൊടുത്തത്. 50 ബൈ 2 ആണ് 25, 50 ബൈ 3 16.67, ദെൻ 50 ബൈ 4 12.5, 50 ബൈ 5 10. അതുപോലെ AVC തന്നിട്ടുണ്ട്. AVC കാണേണ്ടത് TVC ബൈ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതിലെല്ലാം TVCയെ ഔട്ട്പുട്ട് കൊണ്ട് ഇതേപോലെ ഹരിച്ചാലാണ് AVC കിട്ടുന്നത്. അതുപോലെ മറ്റൊന്നാണ് AC ആണ്. AC കാണേണ്ടത് TC ബൈ ഔട്ട്പുട്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി MC മാർജിനൽ കോസ്റ്റ് മാത്രമാണ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് വരുന്നത്. മാർജിനൽ കോസ്റ്റ് നമ്മൾ പറയുന്നത് എഡീഷണൽ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓരോ യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കുമ്പോഴും ടോട്ടൽ കോസ്റ്റിലുണ്ടാകുന്ന വർധനവിനെയാണ് എഡീഷണൽ കോസ്റ്റ് എന്ന് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക 0 യൂണിറ്റാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ TC 60 ആണ്. അപ്പോൾ നമ്മളിവിടെ 0 തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി ഒന്നാമത്തെ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ എത്രയാണ് TC വർദ്ധിച്ചത്? 60-ൽ നിന്ന് 70 ആകുമ്പോൾ കൂടിയത് 10 ആണ്. അപ്പോൾ 10 ആണ് നമ്മൾ മാർജിനൽ കോസ്റ്റായിട്ട് എഴുതേണ്ടത്. ദെൻ സെക്കൻഡ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് TC ഈസ് 78. ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദി 8 rupees. 8 രൂപയാണ് കൂടിയത്. ആ 8 ആണ് മാർജിനൽ കോസ്റ്റ്. ദെൻ അറ്റ് തേർഡ് യൂണിറ്റ് ഇറ്റ് ഈസ് 110. ദാറ്റ് ഈസ് 78-ൽ നിന്നും 110 ആകുക എന്ന് പറയുമ്പോൾ 32-ൻ്റെ വർധനവാണ് ഉണ്ടായത്. അങ്ങനെ ഓരോന്നിലും വരുന്ന വർധനവാണ് ഇവിടെ എഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു കോളം തന്നാലും മറ്റുള്ളത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ MC ആണ് തന്നതെങ്കിൽ TC കണ്ടുപിടിക്കാം അതിൽ നിന്ന്. അപ്പോൾ TC കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് 2 കോളങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് മനസ്സിലാക്കണം. Now we can see the relationship between AC and MC. അപ്പോൾ നമ്മൾ ടേബിളിൽ പഠിച്ചു ACയും MCയും ഒക്കെ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് അത് രണ്ടും വളരെ ഉയർന്ന നിരക്കിലാണുള്ളത്. പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് the relationship between AC and MC is very important. They fall first due to the operation of the law of increasing returns. Their rise is due to the operation of the law of diminishing returns. So both AC and MC initially declines and then rise. അതായത് അതിൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഫസ്റ്റ് റിലേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. AC MCയും ആദ്യഘട്ടത്തിൽ താഴേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് കോസ്റ്റ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബോത്ത് AC ആൻഡ് MC ഫോൾസ് ഇനീഷ്യലി. ദെൻ രണ്ടാമത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വെൻ AC ഫോൾസ് MC ഈസ് ബിലോ AC. അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും MC AC-ക്ക് താഴെയാണുള്ളത്. അതായത് AC കേവാണ് ഇവിടെ മുകളിലുള്ളത്, അതിൻ്റെ താഴെയാണ് MC കേവ് ഉള്ളത്. അപ്പോൾ AC MCയും കുറയുന്ന സമയത്ത് MC AC-ക്ക് താഴെയാണ് ഉണ്ടാവുക. അതേസമയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? AC-ക്ക് മുകളിലാണ് MC ഉള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിത്രം നിങ്ങൾക്ക് തെറ്റായിട്ട് ചിലപ്പോൾ തരാം, അത് ശരിയായിട്ട് വരക്കാൻ പറയും.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം എം സി താഴെയായിരിക്കണം, പിന്നീട് എം സി എ സിക്ക് മുകളിലേക്ക് വരണം. അതുപോലെ മറ്റൊരു റിലേഷൻ എന്ന് പറയുന്നത് വെൻ എ സി ആൻഡ് എം സി ആർ ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ്, ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് എ സി കട്ട് എം സി അറ്റ് ദ ലോവസ്റ്റ് പോയിൻറ്റ് ആൻഡ് ദെൻ റൈസസ്. അതായത് എം സി കർവ് എ സി അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റിലാണ് കട്ട് ചെയ്യുന്നത്, പിന്നീട് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എ സി എം സി ബോത്ത് കേർവ്സ് ആർ യു ഷേപ്പ്ഡ്. രണ്ടിൻ്റെയും കേർവ് ഷേപ്പ് എന്ന് പറയുന്നത് യു ഷേപ്പാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ.